ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. ഓട്സിനകത്ത് ഇന്ന് ഇച്ചിരി പാലൊഴിച്ചു. ഞാൻ സാധാരണ പാലൊഴിക്കാറില്ല ഇവിടെ, പിന്നെ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കിയപ്പോൾ അങ്ങ് പാലൊഴിച്ചെടുത്തു. എന്തായാലും ഞാൻ അത്രേ കഴിക്കുള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് ഇന്ന് പപ്പായയാണ്. പിന്നെ ഇത് കൂമ്പ് കട്ട്ലേറ്റ് ഇന്നലെ ഉണ്ടാക്കിയത്, ഇന്ന് വറുത്തെടുത്താണ്. പിന്നെ ഒരു മുട്ട. ഇത് 1 മണി വരെ ധാരാളം ഇത് മതി. സമയം 8:30 ഉള്ളൂ കേട്ടോ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇതിനകത്ത് ചില കിച്ചൺ ടിപ്പ് ഉണ്ട് കേട്ടോ. കാരണം ഇത് രാവിലെ നേരത്തെ കഴിക്കുക, എല്ലാ പണിയും കഴിഞ്ഞിട്ട് 10 മണി കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഗ്യാസ് ഫോം ചെയ്യുക. എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത്, അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ഇളയ മോളാണ് പറഞ്ഞത്, മമ്മി 10 മണി കഴിഞ്ഞ് കഴിക്കുന്നുണ്ടാണ്, പണിയെല്ലാം തീർത്തിട്ട് കഴിക്കാമെന്നുള്ളതാണ് പെണ്ണുങ്ങളുടെ ഒരു രീതി. പണിയെല്ലാം എന്തത് എന്നോട് പണ്ട് ഞങ്ങളുടെ ഒരു എച്ചൻ കല്യാണം പോലും കഴിച്ചാൽ എച്ചൻ പണ്ട് പറഞ്ഞതാണ്, എന്നോടല്ല സ്കൂളിൽ മൊത്തം പറഞ്ഞാൽ, നിങ്ങളെന്നെ ഈ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴെങ്കിലും ഒരെണ്ണം തിന്നുകൂടെ, തിന്നാൻ സമയമില്ലെന്നും പറഞ്ഞ് വന്നിട്ട് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയല്ലേ? നമുക്കതിന് സമയമില്ലെന്ന് പറയരുത്. നമുക്ക് സമയം തോന്നുമ്പോൾ ഒരു ബിസ്ക്കറ്റ് ഗുണമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വിശപ്പ് തോന്നുന്ന സമയത്ത്, ഫീലിംഗ് തോന്നുന്ന സമയത്ത്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒന്നെടുത്ത് കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവാതെ ഇരിക്കുക. അല്ലെങ്കിൽ എല്ലാവരും ഗ്യാസിൻ്റെ പ്രോബ്ലം സകലരും പറയുന്നതാണ്. അപ്പം ഗ്യാസ് ഉണ്ടാകാതിരിക്കാൻ ഫീലിംഗ് എപ്പം തോന്നാതെ കഴിക്കുകയും ചെയ്യരുത് കേട്ടോ. ഞാൻ രാത്രി ലൈറ്റായിട്ട് വല്ലതും കഴിച്ചുകൊണ്ട് കിടക്കുന്നതുകൊണ്ട് എനിക്ക് രാവിലെ ഒരു ഫീലിംഗ് ഉണ്ടാകും. ഇന്ന് ഇതുവരെ തോന്നിയില്ല, എന്താണെന്നറിയില്ല. രാവിലെ ചായ കുടിച്ചു. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇതിൽ നേരത്തെ വല്ലതും കഴിക്കുന്ന. അപ്പം ഇത് കഴിച്ചാൽ 1 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് വിശക്കുന്നില്ല. പിന്നെ ഇടയ്ക്ക് വല്ല ഫ്രൂട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ, ജ്യൂസ് ഉണ്ടെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണം. അത് ഒരു ഫീലിംഗ് തോന്നിയാൽ മാത്രം. ഉച്ചയ്ക്കാണെങ്കിലും നമുക്ക് വിശപ്പ് തോന്നാതെ നമ്മൾ കഴിക്കരുത്. വിശപ്പ് തോന്നിയെങ്കിൽ മാത്രമേ കഴിക്കൂ. എനിക്ക് ഏജ് 75 അപ്പോൾ എനിക്ക് ദഹന പ്രക്രിയയൊക്കെ കുറഞ്ഞ് വന്നൊഴുകുള്ളൂ. അതുകൊണ്ട് എന്നെ ഞാൻ ആരോഗ്യമുള്ളവരെ സംബന്ധിച്ചല്ല പറയുന്നത്. ആരോഗ്യമുള്ളവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കഴിക്കണം. അതെൻ്റെ ഒരു അഡ്വൈസാണ്. അല്ലാതെ എല്ലാ പണിയും, നമ്മൾ പെണ്ണുങ്ങളുടെ പരിപാടി എല്ലാ പണിയും കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് പാത്രമെല്ലാം കഴുകിപ്പറക്കി വെച്ചിട്ട് ഒക്കെ കഴിക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ കഴിക്കുന്നവർ 1 മണിക്ക് എങ്ങനെ വിശക്കും? 7 മണിക്കൂറെങ്കിലും വേണം നമുക്ക് ശരിക്കും ഡൈജഷൻ നടക്കാൻ. എന്നിട്ട് 1 മണിക്കൊക്കെ വിശക്കാതെ അങ്ങോട്ട് കഴിക്കും. വിശക്കാതെ കഴിച്ചിട്ട് ഞാനിതാ പിന്നെ എന്നും പറഞ്ഞ് കയറി ഒരു കിടപ്പ് അങ്ങ് കിടക്കും. അപ്പം പിന്നെ അത് ദഹിച്ച് വരണമെങ്കിൽ കുറച്ച് പാടാണ്. അതുകൊണ്ട് അപ്പോഴാണ് നമുക്ക് ഈ ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ മോഷൻ ശരിക്ക് പോകാൻ വേണ്ടി ഇതെന്നെ പറ്റിയതാണ്. ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇന്നലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കൂമ്പുണ്ട്. കൂമ്പിനകത്ത് ഞാൻ പറഞ്ഞില്ല, വാഴക്കോട്ടെന്ന് പറഞ്ഞ് ചിലടത്ത് ചുണ്ടെന്ന് പറയും, ചിലപ്പോൾ കുടപ്പെന്ന് പറയും. എന്തുവാ ഞങ്ങളിവിടെ വാഴക്കൂമ്പെന്നാണ് പറയുന്നത് കേട്ടോ. റാന്നി സൈഡ് കൂമ്പെന്ന് പറയും, ആലപ്പുഴ സൈഡ് ചുണ്ടെന്ന് പറയും. പിന്നെ എനിക്ക് തോന്നുന്നു മലബാർ സൈഡ് ഞാൻ കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെയൊക്കെ കുടപ്പൻ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. എന്തുവായാലും അതും കൊണ്ട് അതെന്ന് പറഞ്ഞാൽ നല്ല ഫൈബറുള്ളതാണ്, നല്ല ആരോഗ്യത്തിന് നല്ലതാണ്, നല്ലതായിട്ട് മോശം പോകും. അതിനൊക്കെ ഞാൻ ഇന്നലെയും പറഞ്ഞു, വല്ല പയറോ വല്ലതും ഇട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി അതുകൊണ്ട് കഴിക്കുക. എന്തെങ്കിലും അവൈലബിളായിട്ടുള്ള, ഇന്നും കൊണ്ട് ഏത്തയ്ക്ക ഇതും വാങ്ങിയതില്ല, ചെറുപഴം ഇവിടെ ഉണ്ടായിരുന്നു, അതും തീർന്നു. അപ്പം പിന്നെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു പപ്പായ ഉണ്ട്, അത് ചെത്തി വെച്ചു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രോട്ടീനുള്ളത്, ഇപ്പം ഇതിനകത്ത് മുട്ട പ്രോട്ടീനുള്ളതാണല്ലോ. പിന്നെ മറ്റേത് വെജിറ്റബിളാണ്, ഒന്ന് ഫ്രൂട്ടാണ്. മറ്റേതിന് ഓട്സിന് നമ്മൾ വിചാരിക്കും അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അളവ് കുറയ്ക്കുക, അതേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ നമ്മൾ അളവിന് മാത്രം കഴിച്ചാൽ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയും കേട്ടോ. നമുക്ക് അമിതമായിട്ടുള്ള ഫാറ്റൊന്നും ഉണ്ടാകാതിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 72-ൽ നിന്ന് കുറച്ച് 50 വന്നതാണ്. ഇപ്പം കേട്ടോ കൂടി, എന്താണെന്ന് എനിക്കറിയില്ല. ഒരു മാസമായി ഇച്ചിരി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. വെയിറ്റ് ഇനി ഈ മെഷീൻ്റെ തകരാറ് അല്ല, എനിക്കറിയാം ഇച്ചിരി തടി കൂടിയിട്ടുണ്ട്. അപ്പം ഭക്ഷണമൊക്കെ നമ്മൾ നന്നായിട്ട് ക്രമീകരിച്ചാൽ നന്നായിട്ട് നമ്മുടെ വെയിറ്റ് കുറയും, നമുക്ക് ആരോഗ്യം ലഭിക്കും. നമ്മുടെ ആവശ്യമായിട്ടുള്ളത് ഇത്തിരി ഇങ്ങനെ ഒരുപാടൊന്നും കഴിക്കണമെന്നില്ല, കുറച്ചൊക്കെ മതി. പിന്നെ നമുക്കിങ്ങനെ ഫീലിംഗ് തോന്നും, നമ്മൾ കഴിക്കും. എന്തെങ്കിലും കാണുമ്പോൾ കറുമുറയൊക്കെ ഇടയ്ക്ക് കഴിക്കും, അതൊക്കെ ഒഴിവാക്കുക. തടി കുറയണമെങ്കിൽ അതേ ഉള്ളൂ കഴിക്കും. ഓക്കേ, വായിച്ചതിനായി നന്ദി.